ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് RCCB റീക്ലോസറാണ്, ഓട്ടോ റീക്ലോസറാണ്. എന്താണ് RCCB റീക്ലോസർ? ഇതിൻ്റെ പേരിലുള്ള പോലെ തന്നെ RCCB ട്രിപ്പായാൽ ഓട്ടോമാറ്റിക് റീക്ലോസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് RCCB റീക്ലോസർ. അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടോ ഈ RCCB എന്തെങ്കിലും ഫാൾട്ട് ആകുമ്പോഴല്ലേ ട്രിപ്പാകുക, അപ്പോൾ അത് ഓട്ടോമാറ്റിക് റീക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും അപകടം പറ്റുമെന്ന്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, ഇതിൻ്റെ ടൈമിംഗ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഇപ്പോൾ ആദ്യം RCCB ട്രിപ്പ് ആകുമ്പോൾ 10 സെക്കൻഡ് വരെ ഇത് വെയിറ്റ് ചെയ്യും, അതിൻ്റെ ശേഷം ഇത് ഓൺ ആവും. അങ്ങനെ 15 മിനിറ്റിൻ്റെ ഇടയിൽ വീണ്ടും ട്രിപ്പായാൽ അടുത്ത ട്രിപ്പിങ്ങിന് 60 സെക്കൻഡ് വരെ അത് വെയിറ്റ് ചെയ്യും, എന്നിട്ടാണ് അത് പിന്നെയും റീക്ലോസ് ചെയ്യുക. മൂന്നാമത് പിന്നെയും ട്രിപ്പായാൽ 300 സെക്കൻഡ് വരെ വെയിറ്റ് ചെയ്യും, എന്നിട്ടാണ് അത് റീക്ലോസ് ചെയ്യുക. അപ്പോഴും ട്രിപ്പായാൽ പിന്നെ ഇത് ഓൺ ആകില്ല, ലോക്കായി നിൽക്കും. ഇപ്പോൾ ഇതിൻ്റെ ഒരു വർക്കിംഗ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ട്രിപ്പ് ബട്ടൺ അമർത്തിയിട്ട് ഇത് RCCB ട്രിപ്പ് ചെയ്തു. ഇപ്പോൾ ഇത് 10 സെക്കൻഡ് വരെ വെയിറ്റ് ചെയ്യും. ആ ഇൻഡിക്കേറ്റർ 10 സെക്കൻഡ് 10 വട്ടം ബ്ലിങ്ക് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് റീ ഓപ്പൺ ആവും, അത് ക്ലോസ് ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട്. നോക്കിക്കോളും, കണ്ടോ? ഇതേപോലെയാണ് ഇത് റീക്ലോസ് ചെയ്യുക. ഇങ്ങനെ 3 തവണ ആകും. 3 തവണയും ഫാൾട്ട് ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് ലോക്കാവും. പിന്നെ നമ്മളൊരു ഇലക്ട്രീഷ്യനെ വെച്ച് ചെക്ക് ചെയ്തിട്ടാണ് നോക്കേണ്ടത്. ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് മൊബൈൽ ടവർ, ഹൈറ്റുള്ള ബിൽഡിങ്, ഇങ്ങനത്തെയൊക്കെ സ്ഥലത്ത് എപ്പോഴും ഇടിമിന്നൽ കാരണം RCCB ട്രിപ്പാവും. ഇങ്ങനത്തെ സ്ഥലത്താണ് ഇത് യൂസ് ചെയ്യുന്നത്. ഈ ഡിവൈസ് നിലവിൽ ഇന്ത്യയിൽ അവൈലബിൾ അല്ല. പിന്നെ സ്പെഷ്യൽ ആപ്ലിക്കേഷന് വേണ്ടി നമ്മൾ ഇറക്കുമതി